وأصحابه أجمعين أما بعد മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ബറക്കത്തിന് വേണ്ടിയിട്ട് ബറക്കത്തുൽ ഹദീസ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ എന്ന പ്രഗൽഭനായ ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ قال ചൊല്ലുന്നു അസ്സലാത്തുൽ ഖംസ് 5 വക്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നത് 5 വക്ത് നിസ്കാരം അതുപോലെ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ ഒരു ജുമുഅത്തെ പിന്നൊരു ജുമുഅ തോൽത്തെ സമയം പിന്നെ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ ദോഷത്തും പൊറുക്കപ്പെട്ടിട്ടാണ് നമുക്കൊരു എത്ര ഒരു ഭാഗ്യം നിസ്കരിക്കാൻ കിട്ടുമ്പോണ്ടിട്ട് ഒരു നിസ്കാരം മുസ്ലിം നിസ്കരിച്ചാണ് ഇനി മുഹർ നിസ്കാരത്തെ ഇടയ്ക്കുള്ള ഒരു മനസ്സിലായ നീയത്ത് വേണം എന്നേ ആൾക്ക് 100 സമയത്ത് നിസ്കാരത്തെ ആശ്ചര്യപ്പോലെ വേണം നിസ്കാരത്തെ എപ്പോ ചിന്ത വേണം അങ്ങനെ ഉണ്ട് കണ്ടെങ്കിൽ ഒരു നിസ്കാരത്തെ പിന്നൊരു നിസ്കാരത്തെ ഇടയ്ക്കുള്ള സർവ്വദോഷവും വായിക്കപ്പെട്ടു പിന്നെ 100 നിസ്കരിച്ച അതിന്റെ അസർ നിസ്കാര ദോഷങ്ങൾ വായിക്കപ്പെട്ടിട്ട് ചിന്ത വേണം അസർ സമയത്ത് നിസ്കരിയോട് ചിന്ത വേണം ഇങ്ങനെ 5 വക്ത നിസ്കാരത്തെ ഇടയിൽ ഓരോ നിസ്കാരത്തെ ഇടയിൽ വേണ്ട സർവ്വദോഷം നിസ്കരിക്കാതെ അല്ലാഹു തആല മാഫാത്ത് കൊടുക്കും മാത്രമല്ല ഒരു ജുമ നല്ല ഭയഭക്തിയോടുകൂടെ ഒരു ജുമാത്ത് കൂട്ടുക വേഗമണ്ട അൽക്കാഫോദര തഹിയ്യത്ത് നിസ്കരിച്ചിട്ടേ തെച്ചിട്ട് അൽക്കാഫോദര അതുപോലെ ഖുതുബ കേൾക്കുക അതുപോലെ ജുമാ നിസ്കരിക്കുക എല്ലാ ജുമാത്തെ സുന്നത്തും ദുആ കഴിഞ്ഞിട്ട് പിന്നെ പോകണ്ട കണ്ടെങ്കിൽ ഒരു ജുമാത്തെ പിന്നൊരു ജുമ വണ്ടെടുക്കുള്ള സർവ്വദോഷത്തെ മാഫാക്കലാണ് ദോഷം നിങ്ങൾ വലിയ ദോഷം കണ്ട പിന്നെ അതീസ്ഥാപനം വായിക്കും മാലം തുഷൽ കബായിറു വലിയ ദോഷം ചെയ്യാത്ത കാലത്തോടാണ് വലിയ ദോഷമല്ല ചെറിയ ദോഷത്തുള്ള മനസ്സിലല്ല ദോഷം വേണ്ടത് മനസ്സ് സഹജയത്തിൽ ഏതിനും തപ്പുണ്ടെങ്കിൽ കൊടുത്തോ ദോഷമുണ്ട് അപ്പൊ അതിനുള്ള തരം മായ്ക്കിട എന്താക്കുമ്പോ ഒരു നിസ്കാരം കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിൽ പ്രതീക്ഷിക്കുമ്പോ ഒരു ജുമാത്തെ പിന്നൊരു ജുമ ഒട്ട് ജുമായിൽ വലിയ കൂലി കിട്ടുക നീയത്ത് വരുമ്പോ അല്ല എന്താക്കണം സർവദോഷത്തെ മായ്ക്കിടാണ് അപ്പൊ നിസ്കരിക്കന്മാർ വലിയൊരു ഭാഗ്യവന്മാർ ഞങ്ങൾ മുൻകാലത്തിൽ നിന്ന് ചില മഹന്മാർ അങ്ങനെ എത്രത്തോളം നിസ്കാരത്തെ വില വെച്ച് കൊടുത്തേക്കുന്നവർ ചോദ്യെങ്കിൽ ഒരു സ്വഹാബി എന്തോ ഒത്തൊരു ബാലിങ്ങനെ ആണി അടിച്ചു കിട്ടും ആണിങ്ങനെ അടിച്ചോണ്ടു ജണ്ടടിച്ചില് ഒക്കെ അടിച്ച് ആണി ഒക്കെ പോട്ടു ബാങ്ക് എടുത്തു അവരെന്തൊരു പൊട്ടത്തു സീത പലിക വയ്ത്തു അത്തരം നിസ്കാരമായിട്ടുള്ള ഒരു പൂജ ഒക്കെ അടിച്ചെങ്കിൽ ബാങ്ക് അയത്തരല്ലേ ജമാഅത്തിന് ടൈം ഉണ്ടല്ലേ മോശമില്ല നടിച്ച് പൂർത്തിയാക്കാം അതിൽ കാത്തില്ല ബാങ്ക് കേൾക്കലോടെ ശുദ്ധീകരിച്ച് ഇതാണ് മുസ്ലിമിന്റെ മനസ്സിൽ പറഞ്ഞത് പിന്നെ ഒരു സ്വഹാബി ഒരു ഇമാമിತ್ತು അതിന് എന്തോ ഡ്രസ് തൂങ്ങിയിട്ട് ബാങ്ക് എടുത്ത് തെല്ലൂല് തൂങ്ങി പൂർത്തിയാവും ബാങ്ക് എടുത്ത് സീതൊരു പോകും അത് പൂർത്തിയാക്കി വരുത്ത തെല്ലൂല് ഇല്ല സീത പള്ളി പിന്നെ ബഹുമാൻ റിഫാഷ് ആ മഹാനോട്ടൊക്കെ ഒരു ചെറിയ ഒരു ഹോട്ടൽ തട്ടിക്കടയിൽ ചായ എടുത്തു ചായ വെക്ക് റെഡി ചെയ്തു അപ്പൊ പള്ളിയിൽ ബാങ്ക് എടുത്തു വേണ്ട ചായ വേണ്ട എന്ത് ബാങ്ക് എടുത്തു ചായ കുടിച്ചു പോവല്ലേ ഇല്ല ബാങ്കിന്റെ ചായ പള്ളി ചെയ്ത പള്ളി വെത്ത് ഇങ്ങനെ നിസ്കാരമായിട്ടുള്ള നല്ല ഒരു മനസ്സ് നിസ്കരിക്കൊള്ളൂ പള്ളിക്ക് പോണിച്ചൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വേണ്ട ഞങ്ങൾക്ക് പേരായിട്ട് യഥാർത്ഥം വീഴുകയായിരിക്കും അതുകൊണ്ട് എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തവില്ലേ നിസ്കാരം കൃത്യം നോമ്പ് മാത്രം പള്ളി വേണ്ട അവസ്ഥ നോമ്പ് ചെയ്തിട്ട് നിങ്ങൾ അതെത്താക്കണം നിങ്ങൾക്ക് അള്ളാഹു ദോഷം പുറത്തൊരു വലിയൊരു കാരണമായിട്ട് മാറണം ഇപ്പഴും നീ എത്താക്കല്ലോ ആ പള്ളിക്ക് പോണ്ടേ ജമാഅത്ത് പോണ്ടേ സുബൈസ്കാരത്ത് പോണ്ടേ ജീവിതത്തിൽ വലിയ മറക്കത്തല്ലത് സുബൈ നിസ്കരിച്ച് കച്ചവടത്ത് പോലുള്ള മനസ്സിൽ സന്തോഷം എന്തോ ഒരു റാഹത്ത് എന്തോ ഒരു ലാഭ അതൊക്കെ അടുത്തൊരു പ്രശ്നം അതുകൊണ്ട് എപ്പോ നമുക്ക് ഓർമ്മ വേണം ഒരു നിസ്കാരം പിന്നെ 5 വക്ത നിസ്കാരവും ഒരു ജുമാത്തെ പിന്നൊരു ജുമ അതിനിടയ്ക്ക് വേണ്ട ദിവസത്തെ അള്ളാഹു സർവ്വമായിക്കള വലിയ ദിവസം ചെയ്യാത്ത കാലത്തോടെ നിങ്ങൾക്ക് ഓർമ്മ വേണം നിങ്ങൾക്ക് ഞാൻ ചില മസാല ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം ചൊല്ലണം ഒരു പ്രവൃത്തി തുടരെ 3 വട്ടം ചെയ്തെങ്കിൽ നിസ്കാരം ബാത്തില തുടരെ അതായത് കൊതു കടിച്ചത് തുടരെ 3 വട്ടം ചൊല്ല നിസ്കാരം ബാത്തില ഇനി തുടരെ അല്ലാണ്ട് ചൊല്ലിങ്ക തുടരെങ്ങനെ ഭയങ്കര കുത്തിയൊന്നും കടിച്ചോണ്ട് അവനെന്താക്കിയാ മെല്ലെ കൈകൊണ്ട് വെച്ച
ഒരു സ്വഭാവം വർഷത്തിന്റെ കഥകൾ കൊണ്ട് വെച്ച് പിന്നെ കൂർത്തിയ ഉണ്ടെന്നിരിക്കട്ടെ പിന്നെ കൊണ്ട് പിന്നെ കൂർത്തിയ നിസ്കാരം പത്തിലാവും. പക്ഷെ നിങ്ങൾ ഗൊന്തിലാണ് നിസ്കാരം പത്തിലാണ് ഗൊന്തില്ല എങ്ങനെയുണ്ട് ഞാൻ ഗൊന്തിലാണ് പത്തിലാണ് പോയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ഈറ്റിട്ടാകുമല്ല സമയം അല്ലാഹു ലിമൻ ഹമീദ കൈരികളുണ്ട് ഞങ്ങളൊട്ട് ജെൻവട്ടായിട്ട് ഞങ്ങൾ ജെൻഡവട്ടാണ് നിസ്കാരം പത്തില്ല എന്ത് പ്രവർത്തി നാളെ ഏനെ ഉറക്കാലൊട്ടുമ്പോ രണ്ട് കൈ ഒന്നുള്ളത് ഒരു കൈയാലൊട്ടി പ്രശ്നം വേറെ 3 വട്ടാക്കിയെങ്കിൽ തുടരാക്കി നിസ്കാരം പത്തിട്ടുണ്ട്. അങ്ങനെ 2 വട്ടാലിട്ടുമ്പോ 4 വരട്ടി പോലെ 2 കൈ 4 പ്രവൃത്തിയോടെ പത്ത്. അതുകൊണ്ട് നിസ്കാരം പത്തിലോടു ചമ്മ ജാഗ്രതാണ്. ഒട്ടാസ് കൈ നോക്കിയിട്ട് സമാധ കൈയിരിക്കും നിസ്കാരം പത്തിലോടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നത് ഒന്നും. പിന്നെ ചമ്മി അങ്ങനെ തറാനിസ്കത്തിന് അത്രയും ഒത്തുള്ള ഓതോറുണ്ട് സംശയം സാധാരണ ഇപ്പൊ പാസ്റ്റ് നിസ്കരിക്കുന്നത് കൊണ്ടിട്ടു തറവി. പിന്നെ അത്തഹിയാത്ത് ഓതണം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഓർത്തുണ്ടി പാടില്ല. കാരണം നിസ്കാരത്തെ പോണമെന്നൊക്കെ പറഞ്ഞ നബിയുടെ സലാത്ത് ചൊല്ലുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ചൊന്നിട്ട് നബിയുടെ കുടുംബത്തെ മേലും എന്താണ് അത് അപാര സുന്നത്താണ് നിസ്കാരത്തിൽ. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ചൊന്നിട്ടു ഇനി ഇബ്രാഹിം സദ് ഫുള്ളോതും നിസ്കാരത്തിലാവില്ല. ഓതിയെന്നല്ലേ മീ സിംഗിൾ നിസ്കരിക്കാൻ ഫുള്ളോതിയെന്നല്ലേ മീ. പിന്നെ അത് ദുആണ് അല്ലാഹുമ്മ ഫില്ലിമാക്കാൻ തന്നത് അത് ഫുള്ളോതുകൊണ്ടില്ല. ഓതോ സുന്നത്തുണ്ട് പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഓതക്കിട്ടില്ല. അപ്പോൾ എന്താക്കണം ആ ദുആത്തെ ലാസ്റ്റ് ഒരു ദുആ മുത്തായത്തങ്ങൾ ചൊല്ലും ഇതാ ഫറദുത്തും മിനസ് സ്വലാത്ത്. നീ നിസ്കരിച്ച് സലാം വീട്ടെങ്കിൽ നിസ്കരിച്ച് സലാം വീട്ടം ഉദ്ദേശിച്ചെങ്കിൽ നീ എന്താക്കണം ഫസ്തഈന ബില്ലാഹി മിൻ അർബഈൻ 4 കാര്യത്തെ വിഷയത്തിൽ അല്ലാഹുവിന്റെ കാവൽ കേൾക്കണം ചൊല്ലും. അതെന്താണ് മിൻ അദാബിൽ ഖബർ ഒന്ന് ഖബറിന്റെ അദാബെടുത്തോട്ട് മിൻ അദാബിൻ നാർ ഒന്ന് നരകത്തെ അദാബെടുത്തോട്ട് അതുപോലെ മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് പിന്നെ ഹയാത്തിന്നകളെയും പിന്നെ മറിച്ചിട്ട് ഉള്ള ആൾമാർ മരിക്കോ റെഡിയായിരിക്കാത്ത ആൾമാര് അല്ലെങ്കിൽ മരിച്ചവരെ സർവ്വതിൽ നിന്നും എന്താ കൊടുക്കുക അവർക്ക്. എന്നിട്ട് അംഫിത്തനത്തിൽ മസീഹ് ദജ്ജാൽ ചൊല്ലി ഈ ദജ്ജാല് 30 തൊട്ട് കാവൽക്കൊണ്ടു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കി അല്ലെ. അപ്പൊ ഈ 4 കാര്യം പിന്നെ ചില ഇമാമിന് ചൊന്നത് നിർബന്ധമാണ്, ചില ഇമാമിന് സുന്നത്ത് ചൊന്നതാണ്. നിർബന്ധമായിട്ട് ഒരു ഇമാമിന്റെ ബായിൽ വന്നത് കൊണ്ടിട്ടു അത് ബുടൽ കറാത്തായിട്ട് അർത്ഥോളം ഓതും. അത്തഹിയാത്തും ഇത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അത്തഹിയാത്തുൽ സലാത്ത് ഇസ്ലാം ഖറാത്ത് ക്ലിയർ. ഈ നിലക്കാണ് നിസ്കരിക്കേണ്ടതിട്ട് മഹാന്മാരായ ഇമാമിയെ നമുക്ക് പഠിപ്പറ്റ. ആ നിലയ്ക്ക് നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിച്ചിട്ട് ധാരാളം ഇബാദത്ത് ചെയ്ത് തൗഫീഖും ഭാഗ്യം നിങ്ങൾ കുടുംബത്തുള്ളവരെ നൽകട്ടെ. മുത്തായത്തിന്റെ ശഫാഅത്ത് നിങ്ങൾ കുടുംബത്തുള്ളവരെ പെടുത്തട്ടെ. എന്നും ജമാഅത്ത് വന്ന് നിസ്കരിക്കുന്ന നല്ല സൽമനസ് നല്ല ജമാഅത്തിന്റെ സർവ്വ ആത്മാക്കളുള്ളവരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിദേശ ലോകത്ത് പോയി ജോലി ചെയ്യുന്ന നാട്ടുകാരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും പരിസരത്തുള്ള നാട്ടുകാരും എല്ലാവർക്കും അല്ലാഹ് ഈ പരിപൂർണമായ രക്ഷ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എന്തൊരു ബുദ്ധിമുട്ടില്ലാതെ കേസുകളില്ലാതെ നല്ല റാഹത്തിലായി ജോലി ചെയ്ത് കുടുംബത്തിൽ വന്ന് തിരിഞ്ഞു കാണുന്ന ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഈ പാവപ്പെട്ട എല്ലാവരും പിടിച്ച് നോമ്പുകൾ നീ സ്വീകരിക്കണമല്ല, ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണമല്ല. ഇത് കാരണമായി നിന്റെ ലിഖാന് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാണിച്ചു തന്ന് നമ്മൾ നീ സന്തോഷിപ്പിക്കണമല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു